ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഷുഗർ പേഷ്യൻസ്, ഇപ്പോൾ ഡയബറ്റിക്. ഇപ്പോൾ ഡയബറ്റിക് കേസുകൾ അവർ മരണം വരെ മരുന്ന് കുടിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വരിക. അങ്ങനെ മരുന്ന് കുടിക്കേണ്ടതുണ്ടോ? ഇല്ല, അവർക്ക് ഇത് ബോധ്യപ്പെടണം. ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടാവാനുള്ള 3 വഴികൾ അവർ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് ലോ കാർബ് ഡയറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് അത് പരിഹരിക്കുന്നു. രണ്ടാമത് ഇത് ഇവിടെ വരാൻ കാരണം ഇത് അവിടെ കിടക്കുകയാണ്, അനങ്ങുന്നില്ല ശരീരം. അവരെ സാഹചര്യം അനുസരിച്ച്, അവരുടെ ജീവിത സാഹചര്യം, ജോലി സാഹചര്യം വെച്ചിട്ടുള്ള എക്സസൈസ് അവർ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ എക്സ്പെർട്ട് നമ്മുടെ അടുത്തുണ്ട്. മൂന്നാമത് മൈൻഡ് വലിയ ഇഷ്യൂ ഉണ്ട്. മൈൻഡ് എന്തുണ്ടെങ്കിലും, ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരും ഉദാഹരണം പറയുന്നതാണ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് ഇതിൽ കടന്നു പോയാൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, കണ്ടാൽ പ്രശ്നമാണ്. നമ്മൾ ചാടി എണീക്കും, നമ്മുടെ 70 120 മേലെ ഹാർട്ട് റേറ്റ് വരും. ഇത് വരുന്നത് മനസ്സാണ്. പാമ്പ് പോയി. അതേ സമയത്ത് ഈ മനസ്സ് എപ്പോഴും നമുക്ക് ടെൻഷനോ ബേജാറോ അല്ലെങ്കിൽ ഈ ജോലി ഭാരമോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസോ നൈബേഴ്സ് ഇഷ്യൂസോ പാർട്ട്നേഴ്സ് ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ, കോമൺ ആയിട്ട് പറഞ്ഞ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് ഷുഗറിനെ ബാധിക്കും. അപ്പം മൂന്നാമത്തെ നമ്മൾ കൃത്യമായ സമയത്ത് ഉറങ്ങാനും ഡെലിഗേഷൻ നടത്താനും മൈൻഡ് ഹാപ്പി ആക്കാനും ഹാപ്പി ഇൻ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ലൊരു ട്രെയിനിങ് അതും കൊടുക്കും. ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ ആ 3 എത്രയാണോ 10 മാർക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ഈ ഡോസ് കുറച്ച് കൊണ്ടുവരും. ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഷുഗർ ഫ്രീ ആയിട്ട്, അതായത് അവർക്ക് പ്രശ്നമില്ല, അവർ ഹാപ്പിയായി ജീവിക്കുന്നുണ്ട്.